ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെഡിക്യൂറാണ് ഗായ്സ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള പെഡിക്യൂറാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ പെഡിക്യൂറാണ്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുമെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി പെഡിക്യൂറാണെന്ന്. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചൂടാക്കിയെടുക്കാം. നമ്മുടെ കാല് മൊത്തത്തിൽ മുങ്ങാൻ ആവശ്യത്തിന് വെള്ളം ചൂടാക്കാം കേട്ടോ. അതിനുശേഷം ഒരു ഫുള്ളായിട്ടുള്ള നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. ഞാൻ ഇവിടെ 2 ട്രിപ്പായിട്ടാണ് വെള്ളം ചൂടാക്കിയിരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു ട്രിപ്പിൽ ഞാൻ ഹാഫ് നാരങ്ങ, പിന്നെ ഒരു ട്രിപ്പിൽ ഹാഫ് നാരങ്ങയാണ് കേട്ടോ ഗൈസ് ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ഒരു ഫുൾ നാരങ്ങ വേണം. ഇനി വേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീസ്പൂൺ ഉപ്പാണ്. 1 ടീസ്പൂൺ ഞാൻ ഈ ഒരു ട്രിപ്പിലും അതേപോലെ തന്നെ അടുത്ത ടീസ്പൂൺ ഞാൻ വേറൊരു ട്രിപ്പിലുമാണ് ഇടുന്നത്. അങ്ങനെ നമ്മളെന്താ പറയുക, നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ വെള്ളം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇളം ചൂടെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കട്ടിയുള്ള ചൂട് തന്നെ വേണം കേട്ടോ ഗൈസ്. ആ സമയത്ത് നമ്മുടെ കാല് നമ്മുടെ വെള്ളത്തിൽ മുക്കി കൊടുക്കണം. ചെറുതായിട്ട് പൊള്ളലൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട, കാലങ്ങോട്ട് മുക്കിയേക്കാം ഗൈസ്. നമ്മൾ കാല് വെക്കാൻ പറ്റിയ അത്ര ഒരു വലിയ ബക്കറ്റ് എടുക്കാം കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഒരു ബക്കറ്റിലാണ് എപ്പോഴും പെഡിക്യൂർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുമാതിരി കാല് പെഡിക്യൂർ ചെയ്യുന്ന ബ്രഷ് ഉണ്ട്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ടൂത്ത് ബ്രഷ് ആയാലും യൂസ് ചെയ്യുക, പഴയതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് വെള്ളവും പഞ്ചസാരയും വെച്ച് സ്ക്രബ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ബ്രഷ് വെച്ച് നമ്മൾ മുക്കി വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നമ്മൾ ഒരു 3 പാക്കറ്റോളം ഞാൻ ഷാമ്പൂ ഇട്ടിട്ടുണ്ട്. ഞാൻ ക്ലിനിക് പ്ലസ് ഷാമ്പൂ ആണ് കേട്ടോ ഗൈസ് ഇട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഷാമ്പൂ ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ 1 രൂപയുടെ 3 ഷാമ്പൂ ഇട്ടിട്ടുണ്ട്. അത് വടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഈ വെള്ളം ചൂടായി വന്ന് നമ്മൾ ബക്കറ്റിൽ ഒഴിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ ആ കാര്യം പറയാനായിട്ട് മറന്നു കിട്ടോ ഗൈസ്. അതിനുശേഷം നമുക്ക് ഉള്ള ബ്രഷൊക്കെ വെച്ച് നമ്മുടെ കാൽ നന്ന രീതിക്ക് ഒന്ന് ഉരച്ച് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഉരയ്ക്കാം. നഖത്തിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അങ്ങനെ ഇത് കൊടുക്കാം. പിന്നെ ഞാൻ അവിടെ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ ഗൈസ് ഈ ഒരു ബ്രഷിൽ, അതുകൊണ്ട് അതൊക്കെ വെച്ച് നന്നായിട്ട് ഞാൻ ഉരച്ച് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന തഴമ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഞാൻ കളയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തുരി പോയ മതിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലെഗ് നല്ല രീതിക്ക് സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഒരു സാധനം നമുക്ക് അത്ര പൈസ ഒന്നുമില്ല, ഒരു 60 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇത് നമുക്ക് എല്ലാ കടയിലും വാങ്ങിക്കാനായിട്ട് കിട്ടും, സ്റ്റേഷനറി ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഗൈസ്. ഇത് നല്ല ഉപകാരപ്പെടും കേട്ടോ ഗൈസ്. പിന്നെ ഇതുപോലെ ഒരു കട്ട ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു ഇഷ്ടിക കട്ട മാത്രമുള്ള കട്ട, ഈ നിങ്ങൾക്ക് വെള്ളത്തിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ഞാനൊരു ദിവസം ഈ ഒരു സംഭവം വെള്ളത്തിലിട്ടപ്പോൾ പൊടിഞ്ഞു പോകാൻ കേട്ടോ ഗൈസ്. ഞാൻ വെള്ളത്തിൽ നിന്ന് എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കുക. ഇനി നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ കാലിട്ട് അങ്ങോട്ട് ഉരച്ചതിന് ശേഷം നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യണം. സ്ക്രബിനായിട്ട് നമ്മൾ പഞ്ചസാരയും വെള്ളമാണ്. നിങ്ങൾക്ക് ഹണി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഉണ്ടാവുക. എൻ്റെ ഇവിടെ ഹണി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പഞ്ചസാരയും വെള്ളമാണ്. പക്ഷേ ഇത് നല്ല രീതിക്ക് എനിക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടോ ഗൈസ്. കാലിട്ട് നല്ല രീതിക്ക് നല്ലൊരു ജെൻറ്റിൽ സ്ക്രബ് തന്നെ കൊടുക്കാം. സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സോപ്പും വെള്ളത്തിൽ തന്നെ മുക്കിയെടുക്കാം കേട്ടോ ഗൈസ്. കാൽ രണ്ടും കുറച്ചൊരു 5 മിനിറ്റെങ്കിലും നല്ല രീതിക്ക് ഉരച്ച് സ്ക്രബ് ചെയ്യുക. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കാലൊക്കെ നല്ല രീതിക്ക് സോഫ്റ്റായി വരും കേട്ടോ. അതുപോലെ തന്നെ ടാനൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആവും. ഇനി ഈ സെയിം വെള്ളത്തിൽ തന്നെ മുക്കിയെടുക്കുക. ഈ വെള്ളം കളയൊന്നും വേണ്ട, ഈ സെയിം വെള്ളത്തിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഒരു അടിപൊളി മാസ്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കൊറിയൻ മാസ്കാണ്. അതിനായിട്ട് നമ്മുടെ ചിയാ സീഡ് പാലിൽ ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം പാൽ ഒഴിക്കുക. അതേപോലെ തന്നെ റൈസ് പൗഡറും കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഗൈസ്. അടിപൊളിയായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കൊറിയൻ മാസ്ക് ആണ് കേട്ടോ. ഇത് നല്ല രീതിക്ക് 2 കാലിലും വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇത് നല്ല രീതിക്ക് നമ്മുടെ കാലൊക്കെ വൈറ്റനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നല്ല ബ്രൈറ്റനിങ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ച് നല്ല രീതിക്ക് ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഈ ഒരു സെയിം നമ്മുടെ ഉണ്ടല്ലോ ആ വെള്ളത്തിൽ തന്നെ കഴുകിയതിന് ശേഷം നമ്മൾ പൈപ്പിലെ വെള്ളം വെച്ച് നല്ല രീതിക്ക് വൃത്തിയാക്കി കൊടുക്കുക. നമ്മുടെ കാല് സോപ്പും അതൊക്കെ ഒന്ന് കളയുക. ഇപ്പോൾ തന്നെ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര അടിപൊളിയായിട്ടുള്ള സാധനമാണ്.